നമസ്കാരം. മലപ്പുറത്ത് യുവാക്കളെ പാർട്ടിയിലേക്ക് പഴയ പോലെ ആകർഷിക്കാൻ കഴിയുന്നില്ലെന്ന് CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. മലപ്പുറത്ത് സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിലും കുറവ് സംഭവിച്ചതായി റിപ്പോർട്ട് വിലയിരുത്തി. പോരായ്മ പരിഹരിക്കാൻ പ്രത്യേക പ്രവർത്തന പരിപാടികൾ വേണമെന്നും ജില്ലാ സമ്മേളനം വിലയിരുത്തി. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. 3 ഭാഗങ്ങളിലായി 162 പേജുള്ള റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചത്. 25% വനിതകളാവണമെന്ന സംഘടനാ തീരുമാനം നടപ്പിലാക്കാനായില്ല. 16% മാത്രമാണ് സ്ത്രീ പ്രാതിനിധ്യം. പാർട്ടി കേഡർമാർക്ക് രാഷ്ട്രീയ സംഘടനാ പരിശീലനം നൽകുന്നതിൽ അപര്യാപ്തതയുണ്ടായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. അതേസമയം ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് EN മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ യുവത്വത്തിൻ്റെ വൈവിധ്യങ്ങൾക്കനുസരിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പാർട്ടിയിലേക്ക് ആകർഷിപ്പിക്കും. യുവത്വമാണ് രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. മലപ്പുറത്ത് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രം വഴി യുവാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകും. EMS കേന്ദ്രം വഴി നടപ്പിലാക്കുന്ന പരിപാടികൾ വിപുലീകരിക്കുമെന്നും EN മോഹൻദാസ് പറഞ്ഞു. ഇടതുപക്ഷത്തെ പിന്തുണച്ചു എന്ന ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ പ്രസ്താവന ജില്ലാ സെക്രട്ടറി തള്ളി. അത് അമീർ പറയുന്നതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആരെല്ലാം പിന്തുണയ്ക്കുന്നുവെന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ കഴിയില്ലല്ലോ എന്നും EN മോഹൻദാസ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മതവർഗീയ സംഘടനകളാണ്. PDPയെ ആ ഗണത്തിൽപ്പെടുത്താനാവില്ലെന്നും EN മോഹൻദാസ് കൂട്ടിച്ചേർത്തു. അതേസമയം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം റോഡിൽ സ്റ്റേജ് കെട്ടി നടത്തിയതിനെ വീണ്ടും ന്യായീകരിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ രംഗത്തെത്തി. ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും മലയിൽ പോയി ആരെങ്കിലും പ്രകടനം നടത്തുമോ എന്നും വിജയരാഘവൻ പറഞ്ഞു. സമരം ചെയ്യാൻ ഒരു തെരുവെങ്കിലും വിട്ടുതരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. റോഡിലൂടെ പ്രകടനം നടത്തേണ്ട, മലയിൽ പോയി പ്രകടനം നടത്തിക്കോ എന്നതാണ് ചിലരുടെ വാദം. ആരെങ്കിലും മലയിൽ പോയി പ്രകടനം നടത്തുമോ? പാർലമെന്റ് ശതകോടീശ്വരന്മാർ കൈവശപ്പെടുത്തി. അതുകൊണ്ട് സമരം ചെയ്യാൻ അങ്ങോട്ട് പോകാനും വയ്യാതെയായി. റോഡിൽ പ്രകടനം നടത്തിയാൽ അത് നടത്തുന്നവരെ പിടികൂടുന്ന അവസ്ഥയാണുള്ളത്. സമരം ചെയ്യാൻ ഒരു തെരുവെങ്കിലും വിട്ടുതരൂ എന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. മതനിരപേക്ഷത ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശമാണ് മലപ്പുറമെന്നും ഇത് തകർക്കാൻ ചിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് വർഗീയതയ്ക്ക് വിധേയപ്പെട്ടു. ജന്മിയുടെ വീട്ടിൽ വാഴക്കുല കൊണ്ടുപോകുന്നത് പോലെയാണ് സന്ദീപ് വാര്യരെയും കൊണ്ടും കോൺഗ്രസ് പോയത്. എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് താൻ പറയുന്നില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളെയും വിജയരാഘവൻ വിമർശിച്ചു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായത്തിനായി കേരളം ഒന്നും ചെയ്തില്ലെന്നാണ് മാധ്യമങ്ങൾ പറയുന്നതെന്നും സർവ്വവിജ്ഞാനകോശം തങ്ങളാണെന്നാണ് മാധ്യമങ്ങളുടെ വിചാരമെന്നും വിജയരാഘവൻ വിമർശിച്ചു. ചാനൽ ചർച്ചയിൽ അവതാരകരായി ഇരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ വലിയ കണക്ക് വിദഗ്ധരാണ്. മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധമാകാം, എന്നാൽ കുറച്ച് മനുഷ്യത്വം കൂടി വേണം. ജനപ്രിയ ഗവർണർ പോയെന്ന് മാധ്യമങ്ങൾ എഴുതി. ആ ഗവർണർ നാടിനോട് ചെയ്ത ദ്രോഹം ഒരു വരിയെങ്കിലും എഴുതിയ മാധ്യമങ്ങളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.